27 വർഷങ്ങളായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. തുടക്കം മുതൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ക്ലാസ്സിലിപ്പം 10-60 പേരുണ്ടെങ്കിൽ കുറേ പേർ നിശബ്ദരായിരിക്കും. അവരൊരു കാര്യത്തിലും മുന്നോട്ട് വരില്ല. നമ്മുടെ അധ്യാപകരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല. അവരെ നമ്മൾ അടുത്തേക്ക് വിളിച്ച് സംസാരിച്ചാലും മൗനമായി നിൽക്കും. അവർക്ക് അസ്വസ്ഥതയാണ്. വളരെ പോളിഷ്ഡായിട്ടുള്ളൊരു പെരുമാറ്റമൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒടുവിൽ നമ്മൾ അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകും. കാര്യം എന്താ? സമയമില്ല. പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അക്കാഡമിക് ഇയറിൻ്റെ അവസാനമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങിയേ പറ്റുള്ളൂ. അങ്ങനൊരവസ്ഥയാണ്. ചെല്ലു. ഈ കവിത വായിക്കുമ്പോഴൊക്കെ തെല്ല് കുറ്റബോധത്തോടെ ഞാൻ ആ കുട്ടികളെ ഓർമ്മിക്കും. അവരുടെ ആ സംഗീതം, ആരും കേൾക്കാത്ത അവരുടെ ഉള്ളിലെ ആ സംഗീതം, ഒരു പക്ഷേ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളും കൊണ്ടാവാം. എന്നാലും ആ അടഞ്ഞ സംഗീതം അതൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് ക്ഷമയോടെ നിന്ന് അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ചെല്ലു. ഇതാണ് കവിതയുടെ പേര്. നിങ്ങൾക്കറിയാം എന്താണ് ചെല്ലോ എന്ന്. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. പണ്ട് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഈ ഓർക്കസ്ട്രയിലൊക്കെ, ടി വിയിലൊക്കെ ഓർക്കസ്ട്ര ഇങ്ങനെ കാണിക്കുമ്പം അതിൽ ഒരാൾ മാത്രം ഓട്ട് മാൻ ഔട്ട് കണക്കാണ്. ഒരാൾ മാത്രം വലിയൊരു വയലിനൊക്കെ പിടിച്ച് ഇങ്ങനെ അതും മീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സംഗീതം അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ശബ്ദം അത്ര മധുരമൊന്നുമല്ല, സ്വീറ്റല്ല, ഇമ്പമൊന്നും കാണില്ല. വളരെ ബേസായ ഗട്ടറലായിട്ടുള്ളൊരു ശബ്ദമാണ്. അത് ഒട്ടും ഫ്ലെക്സിബിളുമല്ല. എല്ലാ ഗാനത്തിനും പശ്ചാത്തലമായിട്ട് ഈ ചെല്ലോ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം വളരെ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ശബ്ദമുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അതിൻ്റെ ആ ശബ്ദമൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഡീപ്പായി നമ്മൾ സ്പർശിക്കും. വളരെ ആഴത്തിലാണ് അത് നമ്മൾ സ്പർശിക്കുന്നത്. അത് നമ്മൾ വല്ലാതെ ഹോണ്ട് ചെയ്യും. ആഡം സഗേവ്സ്കി, പ്രസിദ്ധനായ പോളിഷ് കവി, നോവലിസ്റ്റ്, അതുപോലെ എസ്സേയിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ചെല്ലോ. Those who don't like it say, it's just a mutant violin that has been kicked out of the chorus. Not so. The cello has many secrets, but it never sobs, just sings in its low voice. Not everything turns into song though. Sometimes you catch a murmur or a whisper. I'm lonely. I can't sleep. ചെല്ലോയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് കരയില്ല. അത് അതിൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മളോട് പങ്കുവെക്കില്ല. നോട്ട് എവറിത്തിങ് ടേൺസ് ഇൻ ടു സോങ് ദോ, കവി പറയുന്നു. എല്ലാ ദുഃഖവും ഗാനമായി, കവിതയായി, കഥയായി മാറില്ല. ആ കുട്ടികളുടെ ഉള്ളിലുള്ള, ഒരു പക്ഷേ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഏകാന്തതയാണ് ഈ ചെല്ലോയുടെ ഗാനം വന്ന്, ശബ്ദം വന്ന് സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ തൊട്ടുണർത്തുന്നത്. 27 വർഷം ഞാൻ അധ്യാപകനായിരുന്ന 27 വർഷം ചിലപ്പോഴൊക്കെ വല്ലാണ്ട് ആഗ്രഹിച്ചു പോവുകയാണ്. ഒന്ന് തിരിച്ച് നടക്കാനായിരുന്നെങ്കിൽ. എത്രയോ കുട്ടികളുടെ അടഞ്ഞ ശബ്ദത്തെ, സ്വത്വത്തെ, അവരുടെ അത്ര മധുരമല്ലാത്ത സംഗീതത്തെ, അതിൻ്റെ മാധുര്യത്തെ എനിക്ക് കാണാനാവുമായിരുന്നു, കേൾക്കാനാവുമായിരുന്നു. അവരെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനാവുമായിരുന്നു. സാധിച്ചില്ല.